ഞാൻ വിമർശനത്തിന് അതീതനല്ല. പാർട്ടി പ്രവർത്തകർക്ക് വേദനയുണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു പരാമർശവും എൻ്റെ നാവിൽ നിന്നുണ്ടാവില്ല. കേരളത്തിലെ നേതാക്കളുടെ പരസ്പര വിമർശനങ്ങൾ ഹൈക്കമാൻഡ് അപ്പപ്പോ അറിയുന്നുണ്ട്. പക്ഷേ വിമർശനം വാർത്തയാകുന്നതാണ് അതൃപ്തി. കോൺഗ്രസിനകത്തുള്ള വാർത്തകൾ പുറത്ത് എന്തെങ്കിലും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായാൽ ആ പ്രശ്നം പർവ്വതീകരിച്ച് കൊടുക്കുക, അത് വലിയ ഇഷ്യൂ ആക്കി മാറ്റുക, അതിനെതിരായിട്ടുള്ള ശക്തമായ തീരുമാനം പാർട്ടിയുടെ ലീഡർഷിപ്പിന്റെ ഭാഗത്തുണ്ടാവും. പാർട്ടി തിരിച്ചുവരവിന്റെ പാതയിലുള്ളപ്പോൾ ഐക്യം നഷ്ടപ്പെടുത്തരുതെന്നാണ് മുതിർന്ന നേതാക്കളുടെ മുന്നറിയിപ്പ്. എന്തെങ്കിലും തർക്കങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടെങ്കിൽ അതെല്ലാം ഒരുമിച്ചിരുന്ന് പറഞ്ഞ് പരിഹരിച്ച് പോകണം. ജനങ്ങളും പ്രവർത്തകരും ആഗ്രഹിക്കുന്ന തരത്തിൽ നമ്മളെല്ലാവരും, ഞാനടക്കം എല്ലാവരും പ്രവർത്തിക്കുക. അതിനിടെ കെ മുരളീധരന്റെ ഓർമ്മപ്പെടുത്തൽ, UDFന്റെ മേൽനോട്ടം പ്രതിപക്ഷ നേതാവും പാർട്ടിയുടെ മേൽനോട്ടം KPC പ്രസിഡന്റുമാണ്. അങ്ങനെയാണ് പാർട്ടിയുടെ ഭരണഘടന. ആരും വിമർശനത്തിന് അതീതനല്ലെന്ന് നേതാക്കൾ ആവർത്തിക്കുന്നുണ്ട്. അപ്പോഴും പരസ്യപ്പോര് തുടർന്നാൽ മിഷൻ 2025 വഴിതെറ്റും. ടി. സരീഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.